നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ കോലം ഒന്ന് മൈൻഡ് ചെയ്യരുത്, ബിക്കോസ് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് സാറേ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്നൊരു വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഈ വ്ളോഗ് കുറച്ച് സ്പെഷ്യൽ മൊമെൻറ്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു കുട്ടി വ്ളോഗായിട്ട് ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. സോ സമയം വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ, ഒരു 5:45 5:30 ആ സമയമാണ്. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ചായ കുടിക്കാൻ എൻ്റെ കൂടെ അമ്മയുണ്ട്. അമ്മേൻ്റെ മുഖം, അമ്മേൻ്റെ ഗ്ലാമറിലാന്ന് പറഞ്ഞിട്ട് അമ്മ മുഖമെല്ലാം പൊത്തിപ്പിടിക്കാൻ കേട്ടോ. അമ്മേൻ്റെ സ്പെഷ്യൽ മറ്റേ എന്താ ഈ കുതിരടത്തിന് എന്താ പറയുക, പഴം നെയ്യിലിട്ടിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത ഒരു സ്നാക്ക് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ചൂടായതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ചായ വേണ്ട, ഐ ആം ഗോയിങ് ടു മേക്ക് എ കോൾഡ് കോഫി. കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കോൾഡ് കോഫി ഉണ്ടാക്കാൻ ഐസ്ക്രീമും കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളൊരു ഹോം മെയ്ഡ് കോൾഡ് കോഫി ഉണ്ടാക്കണം. അപ്പം ഞാൻ അതും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, സത്യം പറഞ്ഞാൽ കോൾഡ് കോഫിക്കുള്ള എല്ലാവിധ സാധനങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പാലിൽ നമ്മളതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ ആ ചൂടുള്ള പാലായതുകൊണ്ട് അതിലേക്ക് അത് ഇട്ട് വെച്ചു. അലിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ടേസ്റ്റൊക്കെ വരുമല്ലോ. ഇനി നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇനി ഒരു ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏതെങ്കിലും നെസ്കഫേൻ്റെ കോഫി പൗഡർ ഇല്ലേ ഇവിടെ, ആ കോഫി പൗഡർ നമ്മൾ ഇടും. എന്നിട്ട് കുറച്ച് ഐസ് ഇട്ടിട്ട് നമ്മൾ മിക്സിയിലിട്ടങ്ങ് കറക്കും. അതാണ് എൻ്റെ കോൾഡ് കോഫി. ഓക്കെ, എനിക്ക് ചൂട് കോഫി വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കോൾഡ് കോഫി ഉണ്ടാക്കാൻ പോവാണ്. സോ നമുക്ക് കോൾഡ് കോഫി റെഡി ആയിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കോൾഡ് കോഫി റെഡി ആയിട്ടുണ്ട്. കാണാനൊരു ചേലൊക്കെ ഉണ്ട്, നമുക്കൊന്ന് കുടിച്ചോക്കെ. യാ, ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. കുറച്ചുകൂടി തണുപ്പ് വേണമായിരുന്നു, ഐസ് കുറഞ്ഞു പോയി. ഇഷ്ടപ്പെട്ടു, ഇറ്റ്സ് ഗുഡ്. ഡു ട്രൈ ദിസ്. കഴിക്കട്ടെ, നിങ്ങൾക്ക് വേണോ ടേസ്റ്റൊക്കെ? കുറച്ച് ചോക്ലേറ്റ് സിറപ്പൊക്കെ ഉള്ളവർക്ക് അത് കഴിക്കാം. കുറച്ച് നല്ലോണം ഐസ് ഇടണേ, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഐസ് കുറച്ച് കുറഞ്ഞതിൻ്റെ ഒരു ഇതുണ്ട്, പക്ഷെ ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ പുറത്ത് പോവാണ്. നമുക്കൊരു കുട്ടി ഷോപ്പിങ്ങും അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. ഈ ചേട്ടൻ്റെ കൂടെയാണ് നമ്മൾ എപ്പം പോകുക, അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വരാനും എളുപ്പമാണ്, വെയിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. ഫസ്റ്റ് നമ്മൾ പോയത് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കും അമ്മയ്ക്കും ഒന്നുമല്ല, അച്ഛന് വേണ്ടി ഒരു ഷർട്ട് നോക്കാൻ വേണ്ടി പോയി. കാരണം അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അമ്മേൻ്റെ വക അച്ഛനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഈ ഒരു ഷർട്ട്. കുറേ സമയം തപ്പി തെരഞ്ഞിട്ട് നമുക്ക് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. ഞാനും അമ്മയും അതെല്ലാം പാക്ക് ചെയ്ത് മേടിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇനി നേരെ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി. കാരണം എനിക്കാണ് ഇനി ഇവിടുന്ന് മേടിക്കാനുള്ളത്. എൻ്റെ ഓരോ കുക്കിംഗ് പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് മസാലപ്പൊടികളും അങ്ങനത്തെ അൽക്കൊലത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഒരു കാര്യമില്ലാതെ ഇതെല്ലാം കൂടെ ഇവിടുന്ന് കെട്ടിപ്പെറുക്കി ഞാൻ കണ്ണൂരേക്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അവിടുന്ന് മേടിച്ചാൽ പോരെയെന്ന് എൻ്റെ അമ്മ എപ്പോഴും ചോദിക്കും. പക്ഷെ എനിക്കറിയത്തില്ല, ഇവിടുന്ന് തപ്പി തിരഞ്ഞെടുക്കുമ്പോൾ എനിക്കൊരു മനസ്സുഖമാണ്. ഓരോ പൊടി എടുത്തിട്ടും അമ്മ ഇത് നല്ലതല്ലേ, ഈ കമ്പനി നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എൻ്റെ പൊന്നടാവേ ഇതൊന്നും എനിക്കറിയില്ല, നീ ഇത് എന്ത് തേങ്ങയ്ക്കാണ് ഇതെല്ലാം കൂടെ വാങ്ങിക്കുന്നതെന്നാണ് എന്നോട് ചോദിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് ഈ കുക്കറി ഷോയിൽ കാണുന്ന പോലെ എല്ലാ പൊടികളും ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. അങ്ങനെ എനിക്ക് വേണ്ട ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ തപ്പി കണ്ടുപിടിച്ചു. അതിനുശേഷം അവിടെ നിന്ന് തന്നെ നമ്മളൊരു കേക്ക് എടുത്തു കേട്ടോ. ഇന്ന് രാത്രി കേക്ക് മുറിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നത്. ബിക്കോസ് ബർത്ത്ഡേ പിറ്റേ ദിവസമാണ്. അപ്പോൾ 12 മണി കഴിഞ്ഞാൽ ഉടനെ കേക്ക് മുറിക്കാമെന്ന്. നീ പതുക്കെ നടന്നു പോവാ, ഞാൻ വീഡിയോ എടുത്തുതരാമെന്ന് പറഞ്ഞാൽ ലഗേജ് മൊത്തം എൻ്റെ അമ്മേനെ കൂടെ ഐഡിയക്ക് തൂക്കിപ്പിച്ചു. ഹലോ, അപ്പം നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് സ്നാക്സ് മേടിച്ചു കേട്ടോ. ബീഫ് കട്ട്ലേറ്റ് ആൻഡ് ബീഫ് സമൂസ നമ്മൾ മേടിച്ചു. അപ്പോൾ ഇനി അമ്മ നല്ല സർവത്ത് കലക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ സർവത്തും കൂട്ടി ഇത് നമ്മൾ കഴിക്കും. ഇപ്പോൾ നോമ്പ് സീസൺ അല്ലേ, അതുകൊണ്ട് എല്ലാ ബേക്കറീസിലും പല ടൈപ്പ് സ്നാക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട 2-3 മേടിച്ചു. ഇനി എനിക്കിത് കഴിഞ്ഞിട്ട് കുറച്ച് പാക്കിംഗ് പരിപാടികളുണ്ട്. ഞാൻ കിടക്കി എടുത്തിട്ട് ഞാൻ പോവുകയാണ് കണ്ണൂരേക്ക്. നാളെയല്ല മറ്റന്നാളാണ് പോകുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ സ്ഥിരമായിട്ട് ഒരു കടയിൽ നിന്ന് കട്ട്ലേറ്റ് കൊണ്ടുതരിക. ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഫില്ലിങ്ങും വലിയ കട്ട്ലേറ്റ് ആയിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ വീണ്ടും അവിടെ തന്നെ മേടിച്ചത്. പക്ഷെ അറിയത്തില്ല, ഇപ്രാവശ്യം ഒരു ഫ്ലോപ്പായിരുന്നു. ഫ്ലോപ്പ് ഇൻ ദ സെൻസ് അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മേ ബി ഒരു ബൾക്കായിട്ട് ഈ നോമ്പ് തുറക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടായിരിക്കും കുറച്ച് ഫില്ലിംഗ് ഒക്കെ കുറഞ്ഞ ഒരു അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മൾ പാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മളിപ്പോൾ ഒന്ന് പുറത്ത് പോകാന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പം നാളെ ഞാൻ ഇവിടുന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ ഇന്ന് രാത്രിയാണ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചൊക്കെ വരുമ്പോഴത്തേനും 12 മണിയാവുമല്ലോ. 12 മണിയായി നമ്മൾ കേക്കും കട്ട് ചെയ്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത്, ബിക്കോസ് നാളെയാണ് ബർത്ത്ഡേ. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത് നമ്മൾ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ ഒരു 10 മണിക്കൊക്കെ ഞാൻ എണീറ്റ് പതുക്കെ റെഡി ആയിട്ട് ഞാൻ പോവും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. സോ നമുക്ക് പോവാം.
കം വിത്ത് മീ. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അനിയനും കൂടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. ഇവരുടെ ആനിവേഴ്സറി ആണെങ്കിലും നമ്മുടെ ആരുടെ ബർത്ത്ഡേ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പുറത്ത് പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലമുണ്ട്. എല്ലാ പ്രാവശ്യവും നല്ല ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കപ്പയും ബീഫും മതി, അതായത് കപ്പ ബിരിയാണി മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ നാട്ടിൽ തന്നെ ഉള്ളൊരു തട്ടുകടയിൽ പോയിട്ട് നമ്മൾ കപ്പ ബീഫ് മിക്സാണ് ഇപ്രാവശ്യം അച്ഛൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് നമ്മൾ പുറത്തുനിന്ന് കഴിച്ച ഭക്ഷണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അണ്ടകടാഹം വരെ പുള്ളി പോകുന്ന എരിവാണ്. പക്ഷെ എന്നാലും ആ ചൂടിലും എരിവിലൊക്കെ നമ്മളെല്ലാവരും കഴിച്ചു. എല്ലാ പ്രാവശ്യം ഫ്രൈഡ് റൈസും ന്യൂഡിൽസും മന്തിയൊക്കെ കഴിച്ചാൽ പോരല്ലോ, ഇടയ്ക്ക് ഇങ്ങനത്തെ ഓരോ ഫുഡും ആവാം. എനിക്കിഷ്ടമാട്ടോ ഇങ്ങനത്തെ ഭക്ഷണം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ ഭക്ഷണമാണ് ഇഷ്ടം. അതായത് സ്ട്രീറ്റ് ഫുഡ്, അതുപോലെ ഇങ്ങനെ തട്ടുകട ഫുഡുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. എങ്ങനെയുണ്ട്? എടുക്കില്ലല്ലോ ഞാൻ. ഹലോ, അപ്പം നമ്മൾ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. കേക്കിന് അപാകതയൊന്നും ഇല്ലല്ലോ അല്ലേ? കേക്കിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ ക്യാമറാമാൻ. ഇതാണ് നമ്മൾ മേടിച്ച കേക്ക്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അച്ഛാ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു റൗണ്ട് ഉറക്കം കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ 10-12 1 മണിയായാലും ഉറങ്ങാത്ത അച്ഛൻ ഇന്ന് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ നമുക്കിനി പോയിട്ട് കൊടുക്കാം. കുട്ടി കേക്കാണേ, ½ kg കുഞ്ഞു കേക്ക്. നമുക്കിതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അച്ഛനെ വിളിക്കാം, ഉണർത്താൻ പോയിട്ട്. എന്താണ് ബർത്ത്ഡേ ബോയ്ക്ക് എന്താ പറയാനുള്ള? ബർത്ത്ഡേ ബോയ് ഒരു ഉറക്കത്തുനിന്ന് ഞെട്ടി വിളിച്ചതാ. പാട്ട് പാട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇങ്ങനെ സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഓക്കെ, സൂപ്പർ കേക്ക്. അങ്ങനെ കേക്ക് മുറി ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഇറ്റ്സ് ടൈം ടു ലീവ്. അങ്ങനെ ഞാൻ കണ്ണൂരേക്ക് തിരിച്ച് പോവാണ്, കുട്ടികളെ തിരിച്ച് പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എൻ്റെ നാട്ടിലായിരുന്നു കുറച്ച് കാലം. ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറിയാണ് നിൽക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഇവിടെയാണ് എനിക്ക് പരിപാടികളുള്ളത്. സോ അടുത്ത വണ്ടിക്ക് എന്നെ പെട്ടിയും കിടക്കി എടുത്ത് പോന്നു. അവിടെ ഇവിടെ നിൽക്കാൻ നല്ല രസമാണ്, പക്ഷേ ഈ ഒരു പോയി വരവ് ഒട്ടും രസമില്ലാത്ത പരിപാടിയാണ്. ട്രെയിനിലിരുന്ന് ഊപ്പാടുള്ളത്. മറന്നുപോയാ നീ? ഇല്ല, മറന്നുപോയിട്ടില്ല. വാലാട്ടുന്നുണ്ടല്ലേ? മറന്നുപോയിട്ടില്ല അല്ലേ? ചോറ് തിന്നാത്തെന്താ? അങ്ങനെ ഞാൻ വീണ്ടും കണ്ണൂരെത്തിയിരിക്കുന്നു ഗൈസ്. പീസ്. ട്രെയിനിൽ വന്ന് ക്ഷീണിച്ച് തലയെല്ലാം പൊട്ടിത്തെറിക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ഇനി ഡ്രസ്സൊക്കെ മാറ്റി ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് നമുക്ക് ഈവനിങ് കാണാം. ഇന്നലെ പിന്നെ നമുക്ക് ആ വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഞാൻ പിന്നെ തിരിച്ച് വേഗം പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വന്ന് വേഗം കിടന്നുറങ്ങിയായിരുന്നു. ഭയങ്കര ടയർഡായിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെ എണീറ്റു, കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. രാവിലെ എണീറ്റു, താഴെ പോയി ലൈക്ക് എന്താ പറയുക, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിൽ കയറി. ഇനി നമ്മുടെ പരിപാടികൾ ചെയ്യണം. അതായത് വീഡിയോ എടുക്കാനുണ്ട്, പിന്നെ എൻ്റെ ലഗേജൊക്കെ ഡീക്ലട്ടർ ചെയ്ത് ശരിയാക്കാനുണ്ട്, ഷെൽഫ് മൊത്തം വൃത്തിയാക്കാനുണ്ട്. ബിക്കോസ് ഇപ്പോൾ കുറച്ചായിട്ട് 10 ദിവസം അവിടെ നിൽക്കും, 10 ദിവസം അവിടെ നിൽക്കും, അങ്ങനത്തെ ഇതായതുകൊണ്ട് ഒരു ഉണ്ട തുണി അങ്ങോട്ട് കൊണ്ടുപോകും, ഒരു ഉണ്ട തുണി ഇവിടെ കൊണ്ടുവന്ന് നിറയ്ക്കും. അതുകൊണ്ട് ഷെൽഫ് മൊത്തം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനത്തെ കോലത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീക്ലട്ടർ ചെയ്ത് വൃത്തിക്ക് വെക്കണം. വെറുതെ ആണ് വെക്കുന്നത്. അപ്പോൾ വന്നാൽ ഒരു ദിവസം കൊണ്ട് അത് വീണ്ടും ഉണ്ടയാക്കും. എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി നമുക്ക് വെക്കണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളെ പരിപാടികൾ കേട്ടോ. കാര്യം പറഞ്ഞില്ലേ, ഷെൽഫിൻ്റെ കോലം ഞാൻ കാണിച്ചു തരാം കേട്ടോ. വാവ്, അരെ വാ, ഇങ്ങനെയാണ് ഇത് ഇരിക്കണത്. ഇതുപോലെയാണ്. നമുക്ക് ഒരുപാട് ഷെൽഫുകളുണ്ട്. അതായത് മുകളിലൊന്നും പിന്നെ ഒന്നും നമ്മൾ എന്തൊക്കെയോ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെ എന്തൊക്കെയോ സാധനങ്ങളാണ്. പിന്നെ ഇതും ഏതാണ്ട് അത് ആ കോലത്തിലാണ്. താഴെയുള്ളതും ഈ സെയിം കോലത്തിലാണ്. കാരണം അടയുന്ന പോലും ഇല്ല ഇതിനകത്ത് ഉണ്ടായിട്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് അൺബോക്സിങ് വീഡിയോസൊക്കെ ചെയ്യാനുണ്ട്, പ്രൊഡക്റ്റ് വന്നതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ ഒരു ചെറിയ ടു ഡു ലിസ്റ്റ് പോലെ ഞാൻ എഴുതി വെച്ചേക്കാം കേട്ടോ. കാരണം എന്നാലേ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റും. ഇനി അത് ചെയ്യണം എന്ന് വിചാരിക്കും, എന്നിട്ട് അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, എന്നിട്ട് കുറച്ച് ചെയ്യും കുറച്ച് ചെയ്യില്ല, അങ്ങനെയൊക്കെ ഭയങ്കര പരിപാടികളായിരിക്കും. ഇതൊക്കെ ഞാൻ അവിടെയുള്ള സമയത്ത് നമുക്ക് കൊറിയേഴ്സ് വന്നതാണ്. എനിക്കല്ല, അപ്പൂൻ്റെ ഡ്രസ്സുകളാണ്. അത് ഞാൻ വെറുതെ പൊട്ടിച്ച് നോക്കിയിട്ട് എന്താ പറയുക, റിട്ടേൺ അയക്കണോ വേണ്ടേന്നൊന്ന് തീരുമാനമാക്കി വെച്ചതാണ്. പിന്നെ ഞങ്ങളെ കണ്ടോ ബാക്കിൽ
ക്യൂട്ട്നാ. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് നമ്മൾ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു അത്. അത് നമ്മൾ ഇങ്ങനെ റൂമിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ആദ്യമേ പ്ലാൻ ചെയ്ത് ഇങ്ങനെ എടുപ്പിച്ചതാണ് ഇങ്ങനത്തെ ഒരു ഫോട്ടോ. എന്താണെങ്കിലും അടിപൊളി. സോ നമുക്ക് നമ്മുടെ പണിയിലേക്ക് പോവാം. ഉണ്ടോ, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ഷൂട്ടിംഗ് സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഫോൺ വെച്ചിട്ട് വേണം എനിക്ക് എടുക്കാൻ. വേറെ ഫോണില്ല ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ട് അവിടെ വെച്ചിട്ട് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം ഞാനിത് ഷൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഹലോ, നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വീക്ക്ലി വ്ലോഗ് പോലെയായി. വീക്ക്ലി വ്ലോഗ് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു 4-5 ദിവസത്തെ മെയിൻ കുട്ടി കാര്യങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് പെട്ടു. അപ്പോൾ ഇന്നത്തോടെ നമ്മൾ ഇതിനൊരു തീരുമാനമാക്കാൻ പോവാണ്, ഒരു പരിസമാപ്തിയാക്കാൻ പോവാണ്. ഇനിയുള്ള ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ അപ്പുക്കുട്ടൻ വന്നിട്ടേ ഞാൻ എടുക്കൂ. ആൾ വരുന്നുണ്ട് ഒരു ഫ്യൂ മോർ ഡേയ്സ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ദിവസം കഴിഞ്ഞ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ആൾ വരും. അപ്പം നമ്മൾ ഈ ഒരു കുട്ടി വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിൽ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബിക്കോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ. പിന്നെ നിങ്ങൾ ഫീഡ്ബാക്സ് ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് ആയിട്ട് എന്നെ അറിയിക്കണം, അല്ലെങ്കിൽ മെസ്സേജസ് ആയിട്ട് നിങ്ങൾ അയക്കണം. ഓൾവേസ് വെൽക്കം. അപ്പോൾ വേറൊരു നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.